ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ മൂന്നാർ യാത്ര കഴിഞ്ഞിട്ട് മൂന്നാറിലൂടെ നല്ല വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഇപ്പം മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നിൽക്കുക ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോഴിവിടെ റൂമിന് ചാർജ് സിംഗിൾ റൂമിന് 600 രൂപയായിരുന്നു ചാർജ്. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. ഞാൻ ഈ നിൽക്കുന്ന മറയൂർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടായിരുന്നു ആ റൂം ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ നിന്ന് 14 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള കാന്തല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് നേരെ വിപരീതമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഭയങ്കര ചൂടാട്ടോ. കറക്റ്റ് തമിഴ്നാടിൻ്റെ ഒരു ഫീൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും. അപ്പോഴിവിടെ നിന്ന് കാന്തല്ലൂരോട്ട് പോകുമ്പോഴത്തേക്കും കാന്തല്ലൂരും കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ചൂടിൽ നിന്ന് മാറി തണുപ്പിലോട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാം. ഇന്നലെ മറയൂർ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചതായിരുന്നു. അത് തന്നെ വീണ്ടും കാണിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ വെറുതെ എന്ന് പറയാം, അത്യാവശ്യം കാര്യങ്ങളും കടകളും ഒരു സിനിമാ തിയേറ്ററൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ലൊരു ടൗണാണ് കേട്ടോ ഈ മറയൂർ. നമ്മൾ ഈ മറയൂരോട്ട് വരുമ്പോഴത്തേക്കും തന്നെ മൂന്നാറിൽ നിന്ന് വരുന്ന റൂട്ടുണ്ടല്ലോ, ചന്ദനക്കാടൊക്കെ കാണാൻ പറ്റും. മറയൂരിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദനക്കാടും പിന്നെ മറയൂർ ശർക്കരയുമാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കടകളിലെല്ലാം എഴുതി വെച്ചിരിക്കും മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാന്തല്ലൂർക്ക് പോകുന്ന റൂട്ടിൽ ഒരു 10 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഒരു IHRD കോളേജുണ്ട്. അതിനടുത്തായിട്ട് ശർക്കര പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്നൊരു സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് അതൊക്കെ ഒന്ന് കാണാം. പിന്നെ മുനിയറകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഞാനിങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടന്നു വന്ന കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് ജീപ്പ് ടാക്സി ഉണ്ട് കേട്ടോ. ജീപ്പുകൾ ഇങ്ങനെ വരിയായിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. നമുക്ക് ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് ചോദിക്കാം, കാന്തല്ലൂർ ആ പരിസരത്തോട്ടൊക്കെ പോകുന്നതിന് എത്രയാണെന്ന് ചോദിക്കാം. ഇവിടെ നിന്ന് കാന്തല്ലൂർ വരെ പോകുന്നതിന് എങ്ങനെയാണ് ജീപ്പിൽ ചാർജ്? കൊണ്ടുപോയി കാണിച്ചിട്ട് വരുന്നതിനാ? അതെ അതെ. കാണിച്ചിട്ട് വരുന്നതിന് സാധാരണ നമ്മൾ ഫുൾ ഡേക്ക് 3500 രൂപ. ഫുൾ ഡേ 3500 രൂപ. ഒരു ജീപ്പ് അല്ല, ഹാഫ് ഡേ 2500 രൂപ. 2500. ഒരു ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പേര്, മാക്സിമം 7 പേര്. ആയിട്ട് ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ 2500. അപ്പോൾ കാന്തല്ലൂരിൽ ആടിവയൽ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്ക് അടുത്ത് കൊണ്ടുപോകും. അതിന് 500 രൂപ തനിച്ചാണ്. അപ്പോൾ ഹാഫ് ഡേ ആകുമ്പോൾ 2500 കൂടെ 3000 രൂപ ഹാഫ് ഡേയിൽ അത് കാണാം. അല്ലെങ്കിൽ ഒരു സ്ഥലത്തുകൊണ്ട് കൊടയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കീഴാന്തൂര് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ നടന്ന് കുത്തനെ ഇറങ്ങി നടന്ന് കയറി വരണം. അപ്പോൾ അത് ഭയങ്കര പാടാണ്. അപ്പോൾ ചിലവർ കാശ് മുടക്കും, ചിലവർ അവിടെ കൊണ്ടുവിട്ടാൽ നടന്നു പോകുന്നു പറയും. അപ്പോൾ അത് ഹാഫ് ഡേയിൽ കൂടുമ്പോൾ 2500 രൂപയുടെ. പുഴയിൽ പോവുകയാണെങ്കിൽ 3000 രൂപ വരും. അതേപോലെ ഫുൾ ഡേ ആണെങ്കിലും പുഴയിലോട്ട് പോകണമെങ്കിൽ 500 കൂടും. അപ്പോൾ 3500 500 കൂടുമ്പോൾ 4000 രൂപ വരും. രാവിലെ നമ്മൾ ഒരു 9 മണിക്ക് എടുത്താൽ വൈകുന്നേരം 5:30 6 മണിയാകുമ്പോൾ ഫുൾ ഡേ. മറ്റത് രാവിലെ 9 മണിക്ക് എടുത്താൽ ഉച്ചയ്ക്ക് 1 1:30 2 മണിയാകുമ്പോൾ എത്തിക്കും അല്ലേ? അങ്ങനെയാണ് ഹാഫ് ഡേയും ഫുൾ ഡേ. ഇപ്പോഴ് നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റ് അങ്ങനെ എന്തൊക്കെയോ അതായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നത് 7 സ്ഥലങ്ങളാണ് പറയുന്നത്. അതായിട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് പറയാം. ഫസ്റ്റ് ഇവിടെ തന്നെ തുടങ്ങാം. ആദ്യമേ നമ്മൾ കാണിക്കുന്നത് ചന്ദനക്കാട്, ചന്ദന സാൻഡിൽ ഫോറസ്റ്റ്. രണ്ടാമത് നമ്മൾ കാണിക്കുന്നതല്ല സ്ഥലം പറയാം, കാണിക്കുന്നത് പിന്നെ പറയത്തുള്ള മുരുകമല, എരച്ചിൽപ്പാറ, പിന്നെ അത് കഴിഞ്ഞ് ശർക്കര, അത് കഴിഞ്ഞ് കീഴാന്തൂര് ആ വെള്ളച്ചാട്ടം, പിന്നെ ബ്രഹ്മരം, അതിനിടയ്ക്ക് ഒരു തേൻകൂട് ഒരു മലയുണ്ട്. അത് കഴിഞ്ഞ് ബ്രഹ്മരം ഷൂട്ട് പോയിന്റിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. അവിടെ സ്ട്രോബെറി ഉള്ളത് കൊണ്ട്, അല്ലാത്തത് ഫ്രൂട്ട്സ് ഗാർഡൻ വേറെ ഉണ്ട്, തോപ്പൻസ് എന്ന് പറഞ്ഞ് കാന്തല്ലൂർ പെരുമല പോണ വഴി. ഇത്ര സ്ഥലങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. മറ്റേ നമുക്ക് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് അലോട്ടില്ല. ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്താൽ ഇവിടെ സംഭവിക്കും. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൈ കടത്തണ്ട. മറ്റുള്ള ഇവിടെ കാണുന്ന സൗന്ദര്യ സ്ഥലങ്ങളൊക്കെ ദൂരെ നിന്ന് കാണാം. മുരുകമലയാണ് നമ്മുടെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള. ഈ മറയൂരിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, മറയൂരെന്ന് പറഞ്ഞാൽ എന്താന്ന് ആ മലയുടെ മുകളിൽ കയറി നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം. മുരുകൻമല അതാണ് ഏറ്റവും ഓഫ് റോഡ്. അതിന്റെ ടോപ്പിൽ ചെന്ന് വണ്ടി നിൽക്കും. ഓക്കെ. അപ്പം ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് മണി. നമ്പർ? ഫോൺ നമ്പർ 94 46 42 69 72. നമ്മൾ ഓടിക്കുന്ന വണ്ടി ഏതാ? ഇതാ അല്ലേ? ഈ വണ്ടിയാ അല്ലേ? അപ്പം മണിച്ചേട്ടൻ്റെ വണ്ടി ഇതാണ്. വണ്ടിയുടെ പേര് കൊച്ചേ. ആണല്ലേ? വണ്ടിയുടെ മുതലാ? ശരി, അപ്പം കണ്ടാലും സന്തോഷം. ശരി. ഇതാ കണ്ടില്ലേ ഈ ബസ് സ്റ്റാൻഡിന്? ഈ ബസ്സൊന്നും ഇപ്പം ഇവിടെ നിർത്തിയിട്ടിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ലോഡ്ജിലാണ് ഞാൻ തങ്ങിയത്. റേഞ്ച് ഇല്ല എന്നുള്ളൊരു പോരായ്മ ഉള്ളായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം നീറ്റായിരുന്നു. വൈഫൈ ഉണ്ട്, പക്ഷേ വൈഫൈ ഇന്ന് കംപ്ലൈൻ്റ് ആയിട്ട് എന്തോ കിടക്കുവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ബൈക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ദാ ഒരു ബസ് വന്ന് നിന്ന് കേട്ടോ. ഉടുമലയിൽ നിന്ന് വരുന്ന ബസ്സാണ് അത്. തമിഴ്നാട്ടിലെ ഉടുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂന്നാറിലോട്ട് പോകുന്ന ബസ്സാണ് അത്. ബസ് സ്റ്റാൻഡും പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് പഴയ ഒരു ബിൽഡിങ്, അതൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം ഒരു ഫീലുണ്ട്. ബസ് സ്റ്റാൻഡിന് ബാക്കിലായിട്ട് വലിയ മലനിരകളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, നമുക്ക് വണ്ടി എടുത്ത് വിടാം. അങ്ങനെ നമ്മൾ മറയൂർ നിന്ന് ഒരു 4 കിലോമീറ്റർ കാന്തല്ലൂർ റൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാ കോവിൽക്കടവ്. ഇവിടെ ആയിട്ട് അമ്പലമൊക്കെ ഉണ്ട്. ഇതോ കണ്ടില്ലേ, ആ അമ്പലത്തിന്റെ പേരിലായിരിക്കാം കോവിൽ, ഈ ഒരു ആറും അതിന്റെ കടവിന്റെയും പേരിലായിരിക്കാം കടവ്, കോവിൽ കടവ്. അങ്ങോട്ടൊക്കെ ആൾക്കാർ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, തുണി അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ബാഗിൽ ഇന്നലെ കഴുകിയിട്ട തുണി ഉണങ്ങാതിരിക്കുക കേട്ടോ. അതിവിടെ കാണാൻ വിരിച്ചിട്ടിട്ട് പോകായിരുന്നു. പോയിട്ട് വരുമ്പോഴത്തേക്കും ഉണങ്ങി കിടന്നേനെ. ഇതാ കണ്ടില്ലേ, ഇതാണ് അമ്പലം. അമ്പലത്തിന്റെ പേര് ശ്രീ തെങ്കാശിനാഥൻ ക്ഷേത്രം. നമ്മുടെ സ്ഥിരം റൂട്ടല്ലേ തെങ്കാശി. ഇതാ കണ്ടില്ലേ, കോവിൽക്കടവ് പാലം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോവിൽക്കടവ് പാലം എന്ന് പറഞ്ഞ ഈ സ്ഥലം ഈ ഒരു കടവിന്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. കോവിൽക്കടവ് പാലം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, കോവിൽക്കടവ് പാലം എന്നല്ല, കോവിൽ കടവെന്നാ പേര്. ഈ പാലത്തിനോട് ചേർന്ന് തന്നെ കണ്ടില്ലേ, വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഈ കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല ടൗണാണ് കേട്ടോ. നമ്മൾ മറയൂർ നിന്ന് കാന്തല്ലൂരോട്ട് പോകുമ്പോഴത്തേക്കും മറയൂർ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാൻ മറന്നെന്ന് വെച്ചോ, മേടിക്കാൻ വിട്ടുപോയല്ലോ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാം ഉണ്ട്. മറയൂർ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെയും ഉണ്ട്. മറയൂർ നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. ഈ കാണുന്നതാണ് കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. കൂടുതലും കടകളുടെ എല്ലാം ഫ്രണ്ടിൽ തമിഴൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തമിഴ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായത്. കണ്ടു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് ഫീലാണ് തോന്നുന്നത്. അതിപ്പോഴും മൂന്നാറാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ തമിഴ് എഴുതിയിട്ടുണ്ട്. മൂന്നാറിലെ പല പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാർ തമിഴ് ആൾക്കാരാണ്. അങ്ങനെ ഞാൻ ഈ കോവിൽക്കടവ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തോട്ട് വെറുതെ ഒന്ന് നടന്ന് വന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കാന്തല്ലൂർക്ക് പോവാം. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് തുണി കഴുകി തരുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്കിവിടെ തുണി കൊടുത്തിട്ട് പോകാം. അവർ ഉണക്കി വെച്ചിരുന്നാൽ മതി. ഇതാ നമ്മൾ കാന്തല്ലൂർ റൂട്ട് പോകുന്നത് നല്ല കയറ്റമാണ് കേട്ടോ. 9 ഹെയർ പിൻ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ 1ാമത്തെ ഹെയർ പിൻ ബെൻഡിൻ്റെ അടുത്ത് നിൽക്കുക. നല്ല വളവാണ്. ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോഴെന്തായാലും നമുക്ക് 1ാമത്തെ ഹെയർ പിൻ ബെൻഡിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ കോവിൽക്കടവ് പാലവും കോവിൽക്കടവ് ടൗണും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു ചായക്കടയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലം കാണാം. ഇവിടെ ആയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് ആനക്കോട്ടപ്പാറ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെവിടെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടറും എക്കോ ഷോപ്പും കൂടെ ആട്ടോ. ഇതാ കണ്ടില്ല, അവിടെ കിട്ടുന്ന സംഗതികളെല്ലാം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. സാൻഡൽ ഓയിൽ, സാൻഡൽ സോപ്പ്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഇതാ കണ്ടില്ല, ഇതാ എക്കോ ഷോപ്പ്. നമ്മൾ നേരത്തെ ഇരവുകളത്തൊക്കെ കണ്ട അതേ സെയിം സംഗതികളാണ് ഇവിടെ ഉള്ളത്. അപ്പോഴെന്തായാലും 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അകത്തോട്ട് കയറാം. അകത്തോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, വലിയൊരു മതില് പോലെ മല ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഇവിടെ നിന്ന് താഴെയായിട്ട് ആ കാണുന്നത് നമ്മൾ വന്ന ആ ഒരു വഴിയാണ്. കോവിൽക്കടവ് എന്ന് പറഞ്ഞ ഒരു ടൗണൊക്കെ കാണിച്ചില്ലായിരുന്നോ? ആ കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത്. ഇതാ ഒരു KSRTC ബസ് വളഞ്ഞൊക്കെ കയറി വരുന്നുണ്ട് അവിടെ നിന്ന്. നല്ല രസമാണ് കേട്ടോ ഇതുവഴി ഇങ്ങനെ കയറി വരാൻ. വണ്ടിയിൽ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കയറി വരാൻ ഒരു നല്ല യാത്രയാണ്. ടൂറിസ്റ്റ് ബസ്സൊക്കെ വളഞ്ഞു വരുന്ന കണ്ടില്ലേ? ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് മുനിയറകൾ കാണാൻ പറ്റും. ഇതൊരു മുനിയറ, പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതാ കാണുന്ന എല്ലാം മുനിയറകളാണ്. ഇവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, മുനിയറയിലേക്കുള്ള വഴി. അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതെല്ലാം മുനിയറകളായിരുന്നു. ഇവിടുത്തെ ഈ സാമൂഹ്യ വിരുദ്ധരെല്ലാം അത് നശിപ്പിച്ചതാണ്. ഇതിന് മുകളിലായിട്ടൊരു കവറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചതാ. ഗവൺമെന്റായിട്ട് മുൻകൈ എടുത്തിട്ട് കുറച്ച് മുനിയറകൾ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് മുനിയറയിലേക്കുള്ള വഴി അങ്ങോട്ടെന്ന്. നമ്മളിപ്പോൾ കണ്ടതും മുനിയറ തന്നെയാണ്. ഇതെവിടെയായിട്ട് മുനിയറയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. എല്ലാം പറയപ്പെടുന്നു എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ശിലായുഗ കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസി ജനങ്ങൾക്കിടയിൽ മുനിയറകളെ പറ്റി പറയുന്ന കഥ. ഈ മുനിയറകൾ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആദിമ മനുഷ്യൻ അതിനുവേണ്ടി നിർമ്മിച്ചവയാണെന്നും പറയപ്പെടുന്നു. ഇപ്പോഴും കണ്ട മുനിയറ അല്ലാതെ മണ്ണിനടിയിൽ മുനിയറ ഉണ്ടല്ലേ? അപ്പോഴേ അതുകൊണ്ട് കാണിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. വാ, ഏതാ ഈ അതാ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്കകത്ത് സുഭാഷ് വീഴത്തില്ലേ, അതേപോലെ ഒരു ഫീല് തോന്നുന്നു കേട്ടോ. ഇത് അകത്തോട്ടുണ്ടോ ഉള്ളിലോട്ട്? 4 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മുനിയറയത്. സത്യത്തിൽ ചേട്ടനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെയുള്ള കാര്യം. അങ്ങനെ നമ്മൾ മുനിയറയിലെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്കും ദയവിടായിട്ട് ഒരു കുരിശ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ കൊള്ളാം. കുരിശിന് ചുറ്റുമായിട്ട് ഒരു വലിയൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്താണെന്നറിയാൻ വയ്യ.
എന്തായാലും കൊള്ളാം കേട്ടോ, ഈ ഒരു മലയുടെ മുകളിൽ ഈ ഒരു കുരിശ് നിൽക്കുന്നത് കാണാൻ. അങ്ങനെ കാന്തല്ലൂരോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് 9 ഹെയർ പിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിൽ 3-ാമത്തെയും 4-ാമത്തെയും ഹെയർ പിൻ കാണാൻ നല്ലൊരു പ്രത്യേകതയാട്ടോ. വണ്ടികളൊക്കെ വളഞ്ഞു വരുന്നത് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. കാര്യം കറക്റ്റായിട്ട് എസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ടേ. ഇതാ കണ്ടില്ലേ ജീപ്പൊക്കെ വളഞ്ഞു കയറുന്നത്. ഇതാ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു KSRTC ബസ് വളഞ്ഞു വരുന്നുണ്ട്. കാന്തല്ലൂർക്ക് പോകുന്ന ബസ്സാണ്. എന്തായാലും ബസ് വളഞ്ഞു വരുന്നത് തന്നെ കാണാൻ പറ്റി. അതിന് പുറകെ തന്നെ ജീപ്പും ഉണ്ട്. അങ്ങനെ നമ്മൾ മുനിയറകളെല്ലാം കണ്ടിട്ട് വന്നതിന് ശേഷം കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ആയിട്ട് ഒരു IHRD കോളേജ് കാണാം. IHRD കാന്തല്ലൂർ എന്ന് പറഞ്ഞ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോഴതിനോട് ചേർന്ന് തന്നെ ദാ ഇവിടെ ആയിട്ട് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ദാ ശർക്കര ഉണ്ടാക്കിയതിന് ശേഷമുള്ള കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ അതാ ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. കരിമ്പിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള ബാക്കി വേസ്റ്റ്, ആ മധുരം ചവച്ചെടുത്തതിന് ശേഷം ബാക്കി തുപ്പത്തില്ലേ, അതേപോലെ മെഷീനകത്ത് കയറ്റിയിട്ട് കരിമ്പിൻ്റെ എല്ലാം എടുത്തതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന വേസ്റ്റ് അത് ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. വലിയ കുന്നുപോലെ ഉണ്ട് കേട്ടോ. ഒരു 3 ലോറിയിൽ അടിക്കാനുള്ള സാധനമുണ്ട്. അത് കൊള്ളാം കേട്ടോ. പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും. ഇതിനകത്തൂടെയൊക്കെ ഓടിയേ ഒളിച്ച് കളിക്കാനൊക്കെ സാറ്റ് കളിക്കാനൊക്കെ നല്ലതായിരിക്കും. എന്തായാലും കൊള്ളാം. അങ്ങനെ ഈ ഒരു സ്ഥലവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് നോക്കിയാണ് ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ കരിമ്പ് ജ്യൂസ്, കരിമ്പ് പിഴിയുന്ന മെഷീനൊക്കെ കണ്ടില്ലേ, കരിമ്പുകളെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുക. നോക്കേ, ഒരുപാട് കരിമ്പ് കൂട്ടത്തോടെ പിഴിയുന്നത്. സാധാരണ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കടയിലൊക്കെ ഒറ്റ കരിമ്പായിരിക്കും പിഴിയുന്നത് കാണുന്നത്. പക്ഷേ ഇവിടെ നോക്കേ, കുറച്ചധികം കരിമ്പുകൾ ഒരുമിച്ച് പിഴിയുക. കരിമ്പിൻ ജ്യൂസ് വരുന്ന നോക്കേ. ഇതെവിടെ റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. മറയൂർ ശർക്കര 80 രൂപ, കരിമ്പിൻ ജ്യൂസ് 20 രൂപ. ഇവിടെ ശർക്കര തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പാത്രം, ചീനച്ചട്ടിയുടെയൊക്കെ വലിയൊരു ഷേപ്പിലുണ്ട്. ഫൈനലായിട്ട് ചെയ്തതല്ലേ ഇത് ലാസ്റ്റ്. ഇവിടെ ചെയ്ത ശർക്കരകളെല്ലാം ചാക്കിനകത്തോട്ട് കയറ്റുക. ഇതാ കണ്ടില്ലേ ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നത്. മറയൂർ ശർക്കര. ഇത് എത്ര ദിവസം വേണം ഇങ്ങനെ ചെയ്ത് റെഡിയായി വരാൻ? 3 മണിക്കൂർ. കരിമ്പിൻ ജ്യൂസ് ഒഴിച്ചിട്ട് 3 മണിക്കൂർ ചെയ്യണം. 3 മണിക്കൂർ തീ കത്തിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറുകി വരും. അത് ഇവിടെ നിന്നാട്ടോ തീ കത്തിക്കുന്നത്. കരിമ്പിൻ്റെ ചണ്ടിയായത് ഇതായിട്ട് കത്തിക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ നിന്നപ്പോഴത്തേക്കും. ഡേഞ്ചറാണ്, വരുന്നവരൊക്കെ സൂക്ഷിക്കണം. പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലേ പുറത്തേ നിൽക്കാവും. ഈ ബോർഡറിൻ്റെ ഇപ്പുറത്ത് നിന്ന് കണ്ടാൽ മതി, അതിൻ്റെ കാര്യമുള്ളൂ. എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട് സെയിൽ? രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. ഇപ്പം കൊറിയർ സർവീസ് എന്തെങ്കിലും ഉണ്ടോ? ശർക്കരയുടെ വില കൂടാതെ കൊറിയറിൻ്റെ പൈസ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ അയച്ചു തരും. 1 കിലോ ആണെങ്കിലും അയച്ചു കൊടുക്കും. അതെ, ഇവിടെ ആയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 1 കിലോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുമെന്നാണ് പറയുന്നത് കേട്ടോ. 2-ാമത്തെ നമ്പർ കേട്ടോ, 2-ാമത്തെ നമ്പർ. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു മറയൂർ ശർക്കര ഫാമിൽ നിന്നും മുകളിലോട്ട് പോവാം. നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം വന്നു കേട്ടോ. ഇനി ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ കാന്തല്ലൂർക്ക് പോകാൻ. ഇതാ നമ്മളിങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കേ ഇത് ആ സൈഡിലായിട്ടൊക്കെ കാണാം കരിമ്പിൻ തോട്ടത്തിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നത്. വലിയ കരിമ്പിൻ തോട്ടം കേട്ടോ. സാധാരണ കരിമ്പിൻ തോട്ടം കാണുന്നത് പരന്ന സ്ഥലത്തായിരിക്കും, പക്ഷേ ഇവിടെ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കീഴാന്തൂർ എന്നാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിർത്തിയത് ഇവിടുത്തെ വീടുകൾക്കും കടകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനല്ലേ ഉദ്ദേശിച്ചത്, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ടൈപ്പ് കടകളും വീടുകളും എല്ലാം കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. കൊച്ചു കൊച്ചു കടകളും ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം. ഈ വണ്ടി കണ്ടില്ലേ, ഇത് നമ്മൾ വട്ടവടയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു തടി കയറ്റുന്ന ജീപ്പാണ്. അതിവിടെ കീഴാന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ATM ഒക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ ആയിട്ട് പഞ്ചറൊക്കെ ഓട്ടിക്കുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു യാത്ര പോകുമ്പോഴത്തേക്കേ. ഇവിടെ ആയിട്ട് പഞ്ചർ ഒട്ടിക്കുന്നതും ടയർ മാറുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട നമ്പരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കേ, ഇത് കൊള്ളാം കേട്ടോ. സൈക്കിളിൽ ഇതാ ബൈക്ക് പോലെ ചെയ്തിരിക്കുന്നത്. ബൈക്കിൻ്റെ ടാങ്കും ബൈക്കിൻ്റെ സീറ്റൊക്കെ ആയിട്ട് കൊള്ളാം എന്തായാലും. അങ്ങനെ കീഴാന്തൂരത്ത് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെ ഒരു വാട്ടർഫാൾസ് കാണാം. ചെറിയൊരു വാട്ടർഫാൾസ് ആട്ടോ, ചെറുതല്ല വലുതാണ്. കാര്യം ഇപ്പം വേനൽ സമയമായിട്ട് പോലും ഇത്രയും വെള്ളമില്ലേ. അപ്പോഴും മഴയുള്ള സമയത്ത് നല്ല വെള്ളം വരുന്നൊരു സ്ഥലമായിരിക്കും. ഈ ഒരു വേനലിലെ ഇത്രയും ഉണങ്ങിയ സമയത്ത് ഈ ഒരു അരുവി കണ്ടപ്പോഴത്തേക്കും തന്നെ ഒരു ആശ്വാസമുണ്ട്. ഇവിടെ വേറെ ഏതൊക്കെ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ, പക്ഷേ അവിടെ ഒന്നും വെള്ളമില്ലെന്നാണ് പറയുന്നത്. വെള്ളമില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴെന്തായാലും ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ വാട്ടർഫാൾസ് ഇതോ അവിടെ ആയിട്ടാണ് കണ്ടത്. അവിടെ നിന്ന് കുറച്ചൊരു വളവ് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് ആയിട്ട് ഗൂഗിൾ മാപ്പിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ. അപ്പോഴിതോ അവിടെ ആയിട്ട് ആ കാണുന്നതാ കീഴാന്തൂർ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ കവല. കുറച്ചധികം വീടുകളൊക്കെ ആയിട്ട് കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ.
അങ്ങനെ നമ്മൾ കീഴാന്തൂർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ആയിട്ട് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കാണാം കേട്ടോ. ഈ കാണുന്നതാ പഞ്ചായത്ത് ഓഫീസ്. ഇവിടെ ആയിട്ട് സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോപ്പിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകുന്ന പരിപാടിയാണ് സിപ്പ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് പോകുന്നത്. എത്രയാണ് സിപ്പ് ലൈൻ്റെ ചാർജ്? 500 ഒരാൾക്ക്. അപ്പുറത്ത് പോയിട്ട് തിരിച്ചെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇവിടെ നിന്ന് ഒരു ലൈൻ അങ്ങോട്ട് പോകും, അത് കണക്ക് തിരിച്ച് ഇവിടെയും വരും. ഇവിടെ ആയിട്ട് സിപ്പ് ലൈനിൽ പോയവർ തിരിച്ചു വരിക. അങ്ങനെ സിപ്പ് ലൈൻ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ട്രെയിൻ പാറ 200 മീറ്റർ, ഭ്രമരം വ്യൂ പോയിന്റ്, അതെല്ലാം ഈ വഴി അങ്ങോട്ട് പോകുന്നിടത്താണ്. ആ വഴി ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരത്തെ നിന്നത് ആ ഒരു സിപ്പ് ലൈനിൻ്റെ അടുത്താ. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരാൻ വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഹണി റോക്ക് എൻട്രി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ആയിട്ട് തേനീച്ച കൂടെല്ലാം കിടക്കുന്നതാണ്. എന്താ കണ്ടില്ലേ? അകത്തോട്ട് കയറുന്നതിന് ടിക്കറ്റ് ചാർജ് 10 രൂപ ഒരാൾക്ക്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെ ഓപ്പൺ ആയത്? രാവിലെ 8:30 മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ. 6 മണിക്ക് ശേഷം ഇരുട്ടായതുകൊണ്ട് പിന്നെ മുകളിലോട്ട് വിടത്തില്ല. ഓക്കെ, ഹണി റോക്കിലോട്ട് പോവാം. അതെ, ഇതാണ് ഹണി റോക്ക്. ഒരുപാട് തേനീച്ചക്കൂടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തേനീച്ചകളെ എടുക്കാൻ പറ്റാത്ത, ആരും കൈകടത്താൻ പറ്റാത്ത സ്ഥലത്താണ് പോയി കൂട് വയ്ക്കുന്നത്. ഇവിടെ പാറ ഇങ്ങനെ ചരിഞ്ഞിരിക്കുക കേട്ടോ. ഇതിനടിയിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കൂടെല്ലാം എടുക്കാൻ ഒരു 2 മാസം കൂടെ കഴിയുമെന്നാണ് പറഞ്ഞത്. ഇത് ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു കാഴ്ച. അതെന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ഹണി റോക്ക് എല്ലാം കണ്ടിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഭ്രമരം പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ ഭ്രമരം പോയിന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഭ്രമരം പോയിന്റ്. അപ്പോഴിവിടെ നിന്ന് അങ്ങോട്ട് ഭ്രമരം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇങ്ങോട്ട് ബൈക്കിന് പോകാം, പക്ഷേ കാറൊന്നും പോവില്ല. കാര്യം അടി തട്ടും. ഇങ്ങനത്തെ ജീപ്പുകൾ മാത്രമേ ഇങ്ങോട്ട് പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഭ്രമരം പോയിന്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ആയിട്ട് ഭ്രമരം സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നോ എൻട്രി ഫീ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അകത്തോട്ടൊന്ന് പോകാം. പട്ടി കിടക്കുന്നുണ്ട്, പണി കിട്ടൂ. ഇതാ കണ്ടില്ലേ, ഇത് സ്ട്രോബെറി ഫാമാ. നമ്മൾ വട്ടവടയിൽ കണ്ടില്ലായിരുന്നോ? അതേപോലത്തെ സ്ട്രോബെറി ഫാം. സ്ട്രോബെറി എന്ന് പറയുമ്പോഴേ നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്ന ആ ഒരു സ്ട്രോബെറി ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കരുത്. എല്ലാം ഒന്നും ആ ഷേപ്പിൽ കാണത്തില്ല. കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഈ സ്ട്രോബെറി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഈ കേക്കിൻ്റെ ഒക്കെ പരസ്യത്തിൽ കാണിക്കുമല്ലോ, സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഒക്കെ പരസ്യത്തിൽ കാണിക്കത്തില്ലേ? അപ്പോഴും അങ്ങനത്തെ ഒരു ഷേപ്പ് ഒന്നും വിചാരിക്കരുത്. എല്ലാം ഒന്നും ആ ഒരു നല്ല ഷേപ്പിൽ കിട്ടത്തില്ല. സ്ട്രോബെറി സൂപ്പർ സാധനം, നാടൻ ഓർഗാനിക്. ഒരു പാക്കറ്റ് എങ്ങനെ? അത് കിലോ ആണോ? 250 ഗ്രാം 150 രൂപ. കിലോ 600 രൂപ. കുളച്ചുവയിൽ ആദിവാസി കുടിനേരം സ്ഥലത്തിന്റെ പേര്. ഈ സിനിമ ഭ്രമരം എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷമാണ് പേര് മാറിയത്. അങ്ങനെ നമ്മൾ ഭ്രമരം പോയിന്റിൽ നിന്ന് ഒരു 400 മീറ്റർ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഭ്രമരം വ്യൂ പോയിന്റിന്റെ ആ ഒരു എൻട്രൻസിന്റെ അടുത്തെത്തി. ഇവിടം വരെ ജീപ്പൊക്കെ വരും കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു ജീപ്പ് വളഞ്ഞു വരുന്നത് കണ്ടില്ലേ? അകത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങും അവര്. ഇവിടെ ആയിട്ടൊരു ചായക്കടയൊക്കെ ഉണ്ട്. ചായ, അത്യാവശ്യം സ്നാക്സ് ഒക്കെ കിട്ടും. മോരും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എൻട്രൻസ് ഫീസ് എത്ര ഉണ്ടോ? ടിക്കറ്റ് ചാർജ് 20 രൂപ ഒരാൾക്ക്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏർമാടങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കീഴാന്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടില്ലായിരുന്നോ? അവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ കാലാവസ്ഥ മാറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറയൂർ നിന്നപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നെന്ന്? ആ ചൂടെല്ലാം കീഴാന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥ മാറി തണുപ്പായി തുടങ്ങി. ഇപ്പോഴേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മൂന്നാർ നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ട് ഇപ്പോഴിവിടുത്തെ ഫീല്. ഇവിടെ ഏർമാടത്തിൽ കയറുന്നതിന് റൂളൊക്കെ ഉണ്ട്. ഒരു സമയത്ത് 7 പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. 2-3 എണ്ണം ഉണ്ട് കേട്ടോ. അവിടെയുണ്ട്, ഇതൊരെണ്ണം ഉണ്ട്, പിന്നെ അങ്ങോട്ട് വേറൊരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് ഏർമാടത്തിന് മുകളിലോട്ട് കയറാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏർമാടത്തിലോട്ട് കയറുന്നത്. ഇതിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഹെയർപിൻ ബെൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വളവൊക്കെ ഉണ്ട്. ഇങ്ങനെ വളഞ്ഞു വേണം കയറാൻ. ഞാനും കൂടെ കൂട്ടി 7 പേരായെന്ന് തോന്നുന്നല്ലേ. പക്ഷെ എല്ലാവരും ഇതിൻ്റെ മുകളിലോട്ടാണ് കയറുന്നത്. അപ്പുറത്തതിനകത്തോട്ട് അങ്ങനെ അധികം ആരും വരുന്നില്ല. അവിടെ വേറെണ്ണം ഉണ്ട്. അതോ ആ കാണുന്നത്. കൊള്ളാം ഇതിന് മുകളിൽ നിൽക്കുമ്പോഴുള്ള എക്സ്പീരിയൻസേ. ഈ ഏറുമാടത്തിലൊക്കെ കയറിയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കുടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. കൊള്ളാമല്ലോ. ഇതെന്താ കച്ചവടമാണോ? ആണല്ലേ. ഇതിനകത്ത് പുൽത്തൈലം എല്ലാം ഉണ്ടല്ലേ? കയറിയപ്പോഴത്തേക്കും തന്നെ നല്ലൊരു മണമുണ്ട്. ഇതിനകത്തല്ലേ പുൽത്തൈലം ചെയ്യുന്നത്? ഇത് എത്ര നേരം വേണം ഒരു പുൽത്തൈലം ഒരു ഇത് ഉണ്ടാക്കണമെങ്കിൽ? 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്യണം.
ഇത് വർക്ക് ചെയ്യുമ്പോ ഇവിടെ നീരാവിയായിട്ട് താഴെ പോകും. താഴെ പോയി ചേരുമ്പോ 3 തരമായിട്ട് തിരിഞ്ഞു നിൽക്കും ആ പാത്രത്തില്. ഏറ്റവും അടിയിൽ വെള്ളവും സെൻട്രൽ മട്ടും ടോപ്പിൽ തൈല് നിൽക്കും. എന്നിട്ട് തൈല് മാത്രം നെക്കി കോരി എടുക്കുന്നത്. അതല്ലേ പുൽത്തൈലം തൈല് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എങ്ങനെ വില എങ്ങനെ? പാരമ്പര്യ കൃഷിയാണ്. പണ്ടുകൊണ്ട് തൊട്ട് ചെയ്യുന്ന വരുന്നതല്ലേ? ഇത് എങ്ങനെ വില എങ്ങനെ? വില 150 രൂപ. 150 രൂപ അല്ലേ പുൽത്തൈലം? ഇതുപോലെ പാക്കറ്റിൽ വെള്ളം എടുത്തിട്ട് 2-3 തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിന് ശേഷം വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ സെലൊന്നും കാണില്ല. മുട്ടുവേദനയ്ക്ക് ഡയറക്റ്റ് തേക്കാം. മുട്ടുവേദനയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് തേക്കാൻ പറ്റും. ഡയറക്റ്റ് തേക്കാം. കണ്ണിൽ മാത്രം കൊള്ളാതിരുന്നാൽ മതി. കണ്ണി കൊണ്ട കണ്ണിരിക്കും. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലൂടെ ചാവിയം പിടിക്കാം, ചുമ തേച്ചും കൊടുക്കും. ജലദോഷം, കഫക്കെട്ട്, ചുമ, ചളിക്കെട്ട് എല്ലാം മാറും. ഇതെന്ത് തൈലം അത്? യൂക്കാലി അല്ലേ? എങ്ങനെയാണ്? നല്ല മണം കേട്ടോ, നല്ല മണം, നല്ലൊരു തണുത്ത മണം. ഈ യൂക്കാലി വില എങ്ങനെയാ? യൂക്കാലി 130, ഇത് 150. കുരുമുളക് കാക്കിലോ 150, ഏലക്ക കാക്കിലോ 350, പാഷൻ ഫ്രൂട്ട് കിലോ 200 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിലകൾ. പേരെങ്ങനെ? ദാമോദരൻ. അങ്ങനെ നമ്മൾ പുൽത്തൈലം എല്ലാം കണ്ടിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാ ഭ്രമരം വ്യൂ പോയിന്റ്. ഇവിടെ വെച്ച് ഭ്രമരം സിനിമയുടെ ഒരു ഭാഗമൊക്കെ ഷൂട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പോഴെന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം കേട്ടോ. നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതോ അവിടെ ദൂരെയായിട്ട് ആ കാണുന്നതാ നമ്മൾ നേരത്തെ വന്ന കീഴാന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഏതൊക്കെയോ ചെറിയ ചെറിയ ടൗണുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ട്. അപ്പോൾ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റ് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആപ്പിൾ നിപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതാ കണ്ടില്ലേ ആപ്പിൾ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് വിളവെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതെവിടെയായിട്ട് സൂര്യകാന്തി എല്ലാം നിപ്പുണ്ട്. നമ്മൾ വട്ടവടയിൽ പോയപ്പോഴത്തേക്കും കണ്ടില്ലായിരുന്നോ? അതേപോലെ സൂര്യകാന്തി എല്ലാം ഇവിടെ നിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ വന്നതിന് ശേഷം ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് പെരുമല എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയായിട്ട് ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. കാന്തല്ലൂർ പെരുമല ഗ്രാമം, സ്ട്രോബെറി ഗ്രാമം. ഇവിടെയായിട്ട് സ്ട്രോബെറി ഇരിക്കുന്നതൊക്കെ നല്ല ചുമപ്പ് കളറിൽ, ചുമന്ന പാത്രത്തിൽ തന്നെ അത് വെച്ചിരിക്കുന്നത്. ഇതല്ലേ വൈറ്റ് സപ്പോട്ട ഉണ്ട്. ഈ കാണുന്നത് ഇതെന്താ സംഭവം? മാങ്ക പീച്ച് എന്ന് പറഞ്ഞ കായ കേട്ടോ അത്. അങ്ങനെ നമ്മൾ പെരുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആർച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലായിരുന്നോ? അവിടെ നിന്നൊരു കയറ്റം കയറി വന്നപ്പോഴത്തേക്കും ഇവിടെയായിട്ട് ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട്. സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ. ഇപ്പോഴിതിനകത്തോട്ട് കയറാം. ബ്ലാക്ക്ബെറി ഫാമിലോട്ട് കയറുന്നതിന് 20 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ബ്ലാക്ക്ബെറി അവിടെ ആയിട്ട് നിൽപ്പുണ്ട്. കുറച്ചധികം കാഴ്ച നിൽപ്പുണ്ട് കേട്ടോ. ആ ചുവപ്പ് കളറിൽ കാണുന്നത് ഇത് അങ്ങനെ അടുത്ത് പോയി കാണാൻ പറ്റുമോ? അതിനടുത്തോട്ട് നമ്മളെ വിടുന്നില്ല. അതെ ഇവിടെ ആയിട്ട് വലയ്ക്കകത്ത് കാണുന്നില്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? അതേപോലെ ആപ്പിളുകൾ അതെ ഇങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളിലുണ്ട്. എല്ലാം ചെറിയ കായ. എല്ലാം വളർന്നു വരുമ്പോഴത്തേക്കും ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുന്ന പറയുന്നത്. ആ സമയത്തൊക്കെ നമുക്കൊന്നും കൂടെ വരാം. സബർ ജലി എന്നല്ലേ നമ്മൾ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് സബർ ജില്ലെന്നാട്ടോ യഥാർത്ഥത്തിൽ പറയേണ്ടത്. സബർ ജിൽ. അതാ ഇവിടെ ഓറഞ്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് പഴുത്ത് നിൽക്കുക ഓറഞ്ച്. ഫാമിലെല്ലാം കയറിയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് അതിൻ്റെ സെയിലൊക്കെ ഉണ്ട്. ഇതാ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ സംഗതി. അതിന് 1 കിലോ 500 രൂപ വില. പാഷൻ ഫ്രൂട്ടൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? പാഷൻ ഫ്രൂട്ട് 1 കിലോ 160 രൂപ. അതൊരു കിലോ മേടിക്കായിരുന്നല്ലേ? യെസ്, മുറിച്ച് തരുമോ? ഇത് വെറുതെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പണായി വന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ വീട്ടിലൊക്കെ ഉള്ള പാഷൻ ഫ്രൂട്ടേ പിച്ചയാത്തി വെച്ച് മുറിച്ചാണ് എടുക്കുന്നത്. ഇത് പക്ഷേ ചുമ്മാ ഞെക്കിയാൽ മതിയായിരുന്നു. വെറുതെ കഴിക്കാം കേട്ടോ. പഞ്ചസാര ഒന്നും ചേർക്കണ്ട. നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് ബ്ലാക്ക്ബെറി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മേടിച്ചതാ. അതിനല്ലേ എല്ലാവരും മേടിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് കഴിക്കാം. 100 രൂപയ്ക്ക് മേടിച്ചു. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. കിലോ 500 രൂപയല്ലേ? അപ്പം 100 രൂപയ്ക്ക് എത്ര കാണും? എന്തായാലും കഴിക്കാം. നമ്മുടെയൊക്കെ നാട്ടിലെ മൾബറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനകത്തൊരു കായ പിടിക്കത്തില്ലേ ഇതേപോലത്തെ, ആ ഒരു ടൈപ്പ് ടേസ്റ്റ് ആട്ടോ ഇതിനും. സത്യത്തിൽ എനിക്ക് ഈ ബ്ലാക്ക്ബെറി കാട്ടി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടാണ്. അങ്ങനെ നമ്മൾ ബ്ലാക്ക്ബെറി തോട്ടത്തിലെല്ലാം കയറിയിട്ട് ഇപ്പം എന്താ കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുവാണ്. ഇതുവഴിയാണ് നേരത്തെ അങ്ങോട്ട് പോയത്. പിന്നെ ഇവിടെ ഞാൻ നിർത്തിയില്ല. പോയിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് കാന്തല്ലൂർ ടൗണിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതാ മൂന്നാറിലോട്ട് പോകുന്ന KSRTC ബസ്സായത്, കാന്തല്ലൂർ ടു മൂന്നാർ. അപ്പോൾ ഈ കാണുന്നതാണ് കാന്തല്ലൂർ ടൗൺ. ഇവിടെ ബസ് സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ. ബസ് വന്നിട്ട്
യൂ ടേൺ എടുത്തിട്ട് അങ്ങ് പോത്തതേ ഉള്ളൂ. ജീപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതൊരു ഹോട്ടലാണ്, ഗുരുജി ഹോട്ടൽ. തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കാന്തല്ലൂരാണെങ്കിലും മറയൂറാണെങ്കിലും എല്ലായിടത്തും വെളുത്തുള്ളി ഇതേപോലെ കൂട്ടത്തോടെ കെട്ടിയായിട്ടിരിക്കുന്നത്. ഓ അങ്ങനെ പ്രത്യേകിച്ച് പാത്രത്തിലൊന്നും വെക്കണ്ട, വീട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഓരോന്ന് ഇങ്ങനെ പിച്ചി എടുത്താൽ മതി. അതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടിരിക്കുന്നതുണ്ട്. അപ്പോഴത് രണ്ട് വിലയാണോ ഇങ്ങനെയുള്ളതും അതും വേറെ വിലയാണോ? ഇതും കൂടെ വരുമ്പോഴത്തേക്ക് തൂക്കം കൂടത്തില്ലേ? അത് എന്തായാലും കുറയ്ക്കുമല്ലേ? ഓക്കെ. അപ്പം എങ്ങനെ ഇപ്പം ചോദിക്കുക, വെളുത്തുള്ളിക്കൊക്കെ എങ്ങനെയാണ് വില ഇവിടെ? 1 കിലോ 250. ഓ ഇളക്കിയതാണെങ്കിലോ പീസായിട്ടുള്ളത് 170. അതെന്താ ഈ ഇളക്കിയതിന് വില കൂടുതലല്ലേ വരേണ്ടത്? അത്രയും ജോലി നിങ്ങൾ അധികം ചെയ്യുമല്ലേ ചെയ്യുന്നത്? ഓ ഇങ്ങനെ ഇളക്കിയത് പെട്ടെന്ന് കിളിക്കുമല്ലേ? അപ്പോഴ് ഇങ്ങനെ ഉള്ളതിനെക്കാട്ടി വില കുറവാ ഇങ്ങനത്. ഇത് വിത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ? ഇത് കറിക്ക് വേണ്ടി കൊള്ളത്തില്ല? അച്ചാറൊക്കെ ഇടാം. ഓ അപ്പോഴ് കൂടുതലും കറിക്ക് വേണ്ടി മേടിക്കുന്നതിനെക്കാട്ടി കൂടുതലും ഇതല്ലേ? കിളിച്ച ഏതായാലും ഉണ്ടോ അതിനകത്ത്? ഇതാ കണ്ടില്ലേ, കിളിർത്ത് നിൽപ്പുണ്ട്. ഉങ്ക പേര്? ഗാന്ധിയൻ. വെറൈറ്റി പേരാണല്ലോ. ശരി പാക്കല. അങ്ങനെ നമ്മുടെ ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞ ടൗണും പരിസരവും എല്ലാം കംപ്ലീറ്റ് ഹോം സ്റ്റേയും ലോഡ്ജുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ മൂന്നാറിനെ അപേക്ഷിച്ച് റേറ്റ് കുറവായിരിക്കും അല്ലേ? റൂമിനൊക്കെ റേറ്റ് കുറവായിരിക്കും. ശനി ഞായർ ദിവസമൊക്കെ ആണെങ്കിൽ കൂടുതലായിരിക്കും. ഇവിടെ കുറവല്ലേ? അങ്ങനെ ഞാനിവിടെ റൂമിൻ്റെ കാര്യം തിരക്കിയപ്പോഴത്തേക്കും 1-2 സ്ഥലങ്ങളിൽ കയറി തിരക്കി കേട്ടോ. അപ്പോഴേ പറഞ്ഞത് സിംഗിൾ റൂമിന് 600, 700 ആ റേഞ്ചിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഫാമിലി റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2000, 2500, 3000 അങ്ങനെ പല റേഞ്ചിനുണ്ട്. അങ്ങനെ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് താഴോട്ട് വന്നു കേട്ടോ. നേരത്തെ നമ്മളിവിടെ ശർക്കരയൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു, മറയൂർ ശർക്കര. അപ്പോഴങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടാണ് പോയത് തിരിച്ചു വരുമ്പോഴത്തേക്കും മേടിക്കാമെന്ന്. അപ്പോഴിവിടെ ശർക്കര മാത്രമല്ല കേട്ടോ, മറയൂർ ശർക്കരയിൽ ചെയ്ത അലുവയൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, നേരത്തെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇത്രയും നല്ലതുപോലെ തിളച്ചിട്ടിരിക്കുകയല്ലായിരുന്നു. ഇപ്പം നോക്കെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ശർക്കര അലുവയാണ്. 350 ഗ്രാം 70 രൂപ. കൊള്ളാം കേട്ടോ. ഒരു പായസത്തിന്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ടേസ്റ്റ് ഉണ്ട്. എന്തോ പൊടിയാന്നാ പറഞ്ഞത്? മറയൂർ ശർക്കരയുടെ പൊടിയല്ലേ? നമുക്ക് ഇത്രയും വില എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ, മറ്റേ 50 രൂപ. ഇത് നമുക്ക് ഇച്ചിരി പാടാണ് പൊടിച്ചെടുക്കാനേ. ഓ പൊടിച്ചെടുക്കാൻ പാടായതുകൊണ്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതിന് മറ്റേനായിട്ട് കുറച്ചും കൂടെ വിലയാണ്. വെച്ചേക്കുന്നതല്ല, അത് നമ്മൾ തേച്ച് എടുക്കണം പൊടിച്ചെടുക്കാൻ. അല്ലാതെ മെഷീനറൈസ് ഒന്നും ഇല്ലല്ലേ? അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് ഇച്ചിരി നമ്മൾ പ്രയാസമാണ് ചെയ്യാൻ. അത് തേച്ച് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് അതിന് എക്സ്ട്രാ ലേബർ ചാർജ് കിട്ടും. തേച്ച് പൊടിച്ചെടുക്കണം അല്ലേ? ഇത് അല്ലാതെ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓ ചതഞ്ഞു പോത്തേ ഉള്ളല്ലേ? ഓക്കെ. അപ്പോഴതുകൊണ്ട് ഇതിന് 100 രൂപയാണ് ചാർജ്. എന്തായാലും എനിക്ക് ഒരു 2 പാക്കറ്റ് അലുവ, 1 കിലോ ശർക്കര. അങ്ങനെ നമ്മൾ കാന്തല്ലൂരെല്ലാം കംപ്ലീറ്റ് കറങ്ങിയെന്ന് പറയുന്നില്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ പെൻഡിങ് കിട്ടിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം പെൻഡിങ് കിട്ടുമൊന്നുമല്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിട്ടു പോകുന്നതാണ്. അതിനിപ്പം വീഡിയോ ഇട്ടതിന് ശേഷം ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും അവിടെയും കൂടെ പോകേണ്ടതായിരുന്നു എന്ന് പറയും. ഇപ്പോഴായിരിക്കും നമ്മളും ചില സ്ഥലങ്ങളെക്കുറിച്ച് അറിയുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ പെൻഡിങ് കിടക്കട്ടെ, എന്നാലല്ലേ വീണ്ടും ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ വരുന്നത് വീഡിയോ നമുക്ക് പിന്നൊരിക്കൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്കും കോവിൽ കടവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷർട്ടും പാൻറ്റും എല്ലാം തേച്ച് ഉണക്കി തരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ? ആ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കോവിൽ കടവ് പാലത്തിനോട് ചേർന്നൊരു പുഴയുണ്ട്, ആ പുഴയുടെ തീരത്തായിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ മൂന്നാർ ആ പരിസരത്തോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വന്നത് ഭയങ്കര നല്ലൊരു സീസണിലൊന്നും അല്ല, എന്നാലും സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സീസണിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു മൂന്നാർ എപ്പിസോഡൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് ദിവസമായിട്ട് ഈ മൂന്നാറും പരിസരമൊക്കെ ആയിട്ട് കിടന്ന് കറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 7 ദിവസമായി. വിഷുവിൻ്റെ പിറ്റേന്ന് ഇറങ്ങിയതാണ്. ഇന്നത്തെ ദിവസം ഏപ്രിൽ 23-ാം തീയതിയാണ്. അപ്പോഴത്രയും ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം 26-ാം തീയതി ഇലക്ഷന് ഒന്ന് വോട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നാട്ടിലോട്ടൊക്കെ ഒന്ന് പോകണം, അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു മൂന്നാറും പരിസരമൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ഈ ഒരു ദിവസമായിട്ട് താൽക്കാലികമായിട്ട് നിർത്തുക. അപ്പോഴെന്തായാലും നമുക്കിനി ഞാനിവിടെ നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ഷർട്ടും പാൻറ്റൊക്കെ തേച്ച് ഉണക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ കാന്തല്ലൂർ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷർട്ടും പാൻറ്റും മേടിക്കാൻ അങ്ങ് മറന്നു പോകും, വണ്ടി ഓടിച്ചങ്ങ് പോകും. മനസ്സിലായില്ലേ? ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർമ്മ കാണും. ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിച്ചിട്ട് നമുക്ക് ആ ഷർട്ടും പാൻറ്റും മേടിച്ചിട്ട് പോകണമെന്നുള്ളൊരു
ഓർമ്മ മനസ്സിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എന്തായി, റെഡി ആയോ? ഓക്കെ. പേരെങ്ങനെയായിരുന്നു? തങ്കവേൽ. ഓക്കെ, ശരി. ഓക്കെ, പാക്കല. അങ്ങനെ എല്ലാം തേച്ച് മടക്കി അടിപൊളിയാക്കി തന്നിരിക്കുക.